GPM ഇബ്രാഹിം ഖാൻ CBSE ബോർഡിന്റെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യാണ്. വിദ്യാർത്ഥികൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത വിദ്യാർത്ഥികൾ അവരുദ്ദേശിച്ച മാർക്ക് കിട്ടാതെ വരുമ്പോൾ റീവാലുവേഷന് കൊടുക്കും. റീവാലുവേഷന് കൊടുക്കുന്ന സമയത്ത് നോക്കൂ, അവരുടെ പേപ്പർ പോലും അല്ല കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് 12 കൊല്ലത്തെ അധ്വാനം ചെലവാക്കി അതിന്റെ ഫൈനൽ പോയിന്റിലെത്തുമ്പോൾ വലിയ അനീതി നേരിട്ടാൽ ആ വിദ്യാർത്ഥികൾ നേരിടുന്നത് കൊടിയ അനീതിയാണ്. ആ അനീതി നേരിട്ടാൽ പിന്നെ ഈ സംവിധാനത്തിന് എന്തുണ്ട് ക്രെഡിബിലിറ്റി? ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇത്രയധികം ഒരു ക്രൂരമായ നടപടി ഉണ്ടായിട്ടില്ല. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി വരുന്ന CBSE സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശാവഹമായ നടപടികളാണ് ആവശ്യമുള്ളത്. ഈ സമ്പ്രദായം ആദ്യം തന്നെ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്കും CBSE ചെയർമാനുമൊക്കെ ഒരു നിവേദനം നൽകിയിരുന്നു. ഈ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ വരാസിറ്റിയും അതിൻ്റെ സാധ്യതകളും ഒക്കെ പറയണം. കാരണം 2024 ഇതുപോലൊരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് പല ചർച്ചകളുമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം വ്യാപകമായിരുന്നില്ല. അന്ന് തന്നെ ഇതിൽ പാകപാക്കായവരെക്കുറിച്ച് കുറ്റങ്ങൾ കണ്ടെത്തി സുപ്രീം കോടതിയുടെ തന്നെ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ നടന്ന കേസ് എടുത്തപ്പോഴും സുപ്രീം കോടതി പറഞ്ഞു 2024 സംഭവത്തിൻ്റെ പേരിൽ CBSE ഒന്നും പഠിച്ചിട്ടില്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ് ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിഗൂഢമായ പല സംഭവങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പലരും ചിന്തിക്കാത്ത ഒരു കാര്യം, ഈ ആൻസർ ബുക്കുകൾ വാല്യൂ ചെയ്യുന്നതിന് വേണ്ടി പല സ്റ്റേറ്റുകളിലേക്കും അയച്ചു. കേരളത്തിൽ നിന്നും അയച്ച വാല്യൂ പേപ്പർക്ക് പലപ്പോഴും രാജസ്ഥാനിലോ ഹരിയാനയിലോ എവിടെയെങ്കിലുമൊക്കെയാണ് പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇതിന് ആദ്യമല്ല. മാത്രവുമല്ല, ഇവിടെ കുട്ടികൾക്ക് സംഭവിച്ചിരിക്കുന്നത് അവരെഴുതിയതിൻ്റെ യഥാർത്ഥമായ വാല്യുവേഷൻ ഇവിടെ നടന്നിട്ടില്ല. കാരണം നാം എല്ലാവരും ജീവിക്കുന്നതും വളരുന്നതുമൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലാണെങ്കിൽ തന്നെയും ഈ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം വ്യക്തമായ പഠനമില്ലാതെ ഇതിൻ്റെമായി ബന്ധപ്പെട്ട ആൾക്കാരോട് എന്തെങ്കിലും സംശയങ്ങൾ പോലും ചോദിക്കാതെ ഒരു ചർച്ച ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. CBSEയുടെ തലപ്പത്തുള്ളവരുടെ ഒരു വലിയ റോൾ ശ്രീ ഇബ്രാഹിം ഖാൻ നിസർഗ അധികാരി എന്ന 19 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ ഫെബ്രുവരി മാസത്തിൽ ഇതിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിന്റെ നേരത്തെ ഇവിടെ ഈ കുട്ടി പറഞ്ഞതുപോലെ വൾണറബിലിറ്റീസ് ചൂണ്ടിക്കാണിച്ചതാണ്. CBSE ഫിക്സ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഈ ആൻസർ പേപ്പർ അടക്കം പുറത്തുനിന്നുള്ള ഒരാൾക്ക് ആക്സസ് ചെയ്യാം, ഈവൻ ഈ ആൻസർ പേപ്പേഴ്സ് ഡിസ്റ്റോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് പോലും കണ്ടുപിടിക്കുമ്പോൾ ഒടുവിൽ CBSE അയ്യോ ശരിയാണല്ലോ ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറയാണ്. ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ നഗ്നരായി നിൽക്കുകയാണ്. ഇത്രയും മോശം സിസ്റ്റമാണോ ഇതെന്ന് മൂക്കിൽ കൈവച്ച് ചോദിക്കേണ്ട അവസ്ഥയാണ് നിൽക്കുകയാണ്. ഈ ഒരു കാലത്ത് ഇത്രയധികം പ്രശസ്തിയും അംഗീകാരവും നേടിയിരുന്ന CBSE വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ഇന്ന് എല്ലാവർക്കും ആശങ്കയാണ്. ഇന്ന് എല്ലാവർക്കും സംശയം വന്നിരിക്കുന്നു. ഇത്രമാത്രം ഗൂഢമായ കാര്യങ്ങൾ 12ാം ക്ലാസ്സിലെ, അതായത് നിർണായകമായ ഒരു പരീക്ഷയിലെ നടത്തിപ്പിലും അതിൻ്റെ വാല്യുവേഷനിലും ഇത്രയധികം ക്രൂരമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ CBSEയെ നാം എങ്ങനെ വിശ്വസിക്കും എന്നുവരെ സംശയിക്കുന്ന ധാരാളം രക്ഷകർത്താക്കളുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഹൃദയം നിറഞ്ഞുള്ള ആ വേദനയാണ്. അത് മനഃപൂർവ്വം വരുത്തി വെച്ചതാണ് എന്ന് പറയാമെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ തെളിവ് വരാൻ സാധ്യമല്ല. പക്ഷേ ഈ കാര്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ഒരു വളരുന്ന തലമുറയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണിത്. ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഇതിനു മുമ്പിൽ വേണ്ട പഠനം നടന്നിട്ടില്ല. ബന്ധപ്പെട്ട ഇപ്പം തന്നെ കേരളത്തിൽ 1500ഓളം പരം CBSE സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലെല്ലാം വളരെയധികം പ്രതീക്ഷയോടുകൂടി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും അവർക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ബുക്കും ഒക്കെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ആ ഒരവസ്ഥ ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നാം ഇന്നത്തെ പുതിയ യുഗത്തിൽ ഇതുപോലുള്ള സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ വരാസിറ്റിയെക്കുറിച്ച്, സാധ്യതയെക്കുറിച്ച് ഒന്ന് പഠിക്കേണ്ടതായിരുന്നു. ശരി.